ഇനി നമ്മൾ പഠിക്കാൻ പോണത് പ്രോപ്പർട്ടി ബൈൻഡിങ് ആണ്. പ്രോപ്പർട്ടി ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ബൈൻഡ് ചെയ്തത് ഇൻ്റർപൊളേഷൻ ബൈൻഡിങ് എന്ന് പറയും. ഈ ടൈറ്റിലൊക്കെ ഇൻ്റർപൊളേഷൻ ബൈൻഡിങ്ങിലാണ് കിടക്കുന്നത്. ഇത് നമുക്ക് പ്രോപ്പർട്ടി ബൈൻഡിങ് എങ്ങനെ ആക്കി മാറ്റാം? ടെസ്റ്റ് കണ്ടന്റ് ഈക്വൽ ടു ടൈറ്റിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതെന്താണെന്ന് നോക്കാം. എറർ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ജോലി. എറർ കണ്ടു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുക. അപ്പോൾ എറർ ഞാനിവിടെ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ് എന്താ മിസ്റ്റേക്ക് എന്ന്. p tag അതിൻ്റെ പ്രോപ്പർട്ടി അല്ലെന്ന് പറയണത്. അപ്പോൾ നമുക്ക് അതൊന്ന് ബൈൻഡ് ചെയ്ത് കാണാനായിട്ട് നമുക്കിവിടെ h2 ടാഗ് ആക്കാം. പാരഗ്രാഫ് ടാഗിൽ ടെസ്റ്റ് ഏരിയ എന്നാന്ന് തോന്നുന്നു, ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് അത് റെഫർ ചെയ്തിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ടെസ്റ്റ് കണ്ടന്റ് അല്ലേ, അതും എററാണല്ലോ എന്താ നോക്കട്ടെ. അപ്പോൾ അതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ടെസ്റ്റ് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇമേജ് ഈക്വൽ ടു ടൈറ്റിൽ നിന്ന് ഞാനിവിടെ കൊടുത്തു. ഇപ്പോൾ അവിടെ ലൂസ് വന്നു. അപ്പോൾ അതിൻ്റെ SRC ആ കമ്പോണൻറ്റിൻ്റെ SRC അതിന് വരുന്ന ടാഗിന് വരുന്ന കറക്റ്റ് ബൈൻഡിങ് ഇട്ട് കൊടുത്തതിന് അത് കറക്റ്റായിട്ട് വർക്കാവും. ഇതിപ്പോൾ കറക്റ്റ് ബൈൻഡിങ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് അത് വർക്കായത്. അപ്പോൾ ആ കറക്റ്റ് ബൈൻഡിങ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിന് അപ്പോൾ ഈ ബൈൻഡിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ 2-way ബൈൻഡിങ് ഒക്കെ യൂസ് ചെയ്യും. ഇത് 1-way ബൈൻഡിങ് ആണ്. നമ്മുടെ കമ്പോണൻറ്റിൽ നിന്ന് ബ്രൗസറിലേക്ക് മാത്രമേ ഇൻട്രാക്ഷൻ കിട്ടുള്ളൂ. ബ്രൗസറിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻട്രാക്ഷൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എന്നിവിടെ മാറ്റി ഇൻപുട്ട്
ടെസ്റ്റ് ടൈറ്റിലല്ല വാല്യൂ ഇവിടെ ടൈറ്റിലാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ടൈറ്റിലാക്കി കൊടുത്തു. 2-way ബൈൻഡിങ് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ നോക്കിപ്പോവാം. ഇൻപുട്ട് വന്നില്ലല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഡിഫാൾട്ട് വാല്യൂ എന്ന് വേണം കൊടുക്കാൻ. നോക്കാം. ഇൻപുട്ട് ഡിഫാൾട്ട് വാല്യൂ ഇൻ ആംഗുലർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, അതൊന്ന് നമുക്ക് ഒന്ന് റെഫർ ചെയ്ത് നോക്കാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം അത് പറഞ്ഞു തരാനായിട്ട്. സോറി, ഇത്രയേ ഇപ്പോൾ പറയാനുള്ളൂ. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്.